മലപ്പുറം ജില്ലയെ ചുവപ്പിക്കാൻ വേണ്ടി വളരെയധികം പ്രയത്നിച്ച രണ്ട് CPM-ന്റെ സ്വതന്ത്ര MLA-മാരായിരുന്നു KT ജലീലും PV അൻവറും. എന്നാൽ ഇപ്പോൾ KT ജലീൽ CPM പക്ഷത്ത് തന്നെ നിൽക്കുകയും PV അൻവർ ഏറ്റവും വലിയ CPM വിരുദ്ധനും ശത്രുവുമായി മാറുകയും ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ ഇന്ന് ആ KT ജലീലിനെതിരെ വളരെ ശക്തമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് PV അൻവർ. മുസ്ലിം മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കാൻ ഒരു ഇടതുപക്ഷ നേതാവും രംഗത്ത് വന്നിട്ടില്ല. മാത്രമല്ല SNDP പോലെയുള്ള സംഘടനയിലും ആ സമുദായത്തിലുമൊക്കെ പെടുന്ന ആളുകൾ, അത് CPM-കാരായാലും വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയല്ല എന്നുള്ള രീതിയിൽ രംഗത്ത് വന്നിരുന്നു. പക്ഷേ KT ജലീൽ വന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന KT ജലീൽ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുന്ന കാഴ്ച കണ്ടു എന്നതാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. മലപ്പുറം ജില്ലയെ വളരെയധികം അപമാനിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിച്ച KT ജലീലിലെ ഉന്നം വച്ചുള്ള അൻവറിൻ്റെ നീക്കം അത് അതിശക്തമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നല്ലോ ഈ KT ജലീൽ എന്നും, എന്നിട്ട് അദ്ദേഹം ഈ മലപ്പുറത്തിന് വേണ്ടി എന്ത് ചുക്കാണ് ചെയ്തത് എന്നാണ് PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ച് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ജലീൽ പറയുന്നത് ആരും വിശ്വസിക്കില്ല, അത് ജലീലിനും അറിയാം. അതാണ് ഖുറാനെ കയ്യിൽ പിടിക്കുന്നത്. ജലീലിൻ്റെ കയ്യിൽ എപ്പോഴും രണ്ട് സഞ്ചികൾ ഉണ്ടാകും. ഒന്നിൽ പരിശുദ്ധമായ ഖുറാനും മറ്റൊന്നിൽ യൂത്ത് ലീഗുകാർ ഉടുത്ത തുണിയുമാണെന്ന് PV അൻവർ പരിഹസിക്കുകയാണ്. UDF-നെയും PV അൻവർ അതിൽ വിമർശിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്നതിനെക്കുറിച്ച്, CPM-ന്റെ നടപടിയെക്കുറിച്ചും അദ്ദേഹം വിശദമായി പറയുന്നു. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിന് വലിയ രീതിയിൽ എതിരായി മാറിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പിന്തുണക്കുന്ന മലപ്പുറം ജില്ലയിലെ ഒരു MLA എന്നുള്ള നിലയിൽ KT ജലീലിനെ കുത്തിന് പിടിച്ചതും അത് രാഷ്ട്രീയമായി തകർക്കാനുള്ള ഒരു ആയുധമായി കണ്ടതും PV അൻവറിൻ്റെ രാഷ്ട്രീയ ബുദ്ധി തന്നെയാണ്. നമുക്ക് ഏതായാലും അൻവർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്ന് പോകാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബഹുമാന്യ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ KT ജലീൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രസമ്മേളനങ്ങളും ചർച്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണുന്നതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഉദ്ദേശം, നമുക്കറിയാം കേരളത്ത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പായി SNDP ചെയർമാൻ നിലമ്പൂരിൽ വന്ന് നടത്തിയ യോഗവും അതിൽ നടത്തിയ വളരെ മോശപ്പെട്ട വർഗീയ പ്രസ്താവനയും, ആ വർഗീയ പ്രസ്താവനയെ ആദ്യമായി എതിർത്ത് ഫസ്റ്റിൽ അതിനെ മറുപടി നൽകിയത് തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ സമുദായത്തിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ്. അവിടെ VDJS പിന്തുണച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് നിങ്ങൾക്കറിയാം. ആ വർഗീയത ഈ മണ്ണിൽ വിലപ്പോവില്ല എന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തി 2 മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആവർത്തിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിച്ച് ഇദ്ദേഹം ഈ പ്രസ്താവനകൾ അതിലേറെ മോശമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്വാസം മുട്ടി മരിക്കുന്നു, മുസ്ലിങ്ങൾ പെറ്റ് പന്നികളെപ്പോലെ, അദ്ദേഹം പറഞ്ഞത് പെറ്റുകൂട്ടുന്നു എന്നാണ്. അപ്പോൾ സംഘി വിഭാഗം അതിൻ്റെ മുകളിൽ പന്നികളെ പോലെ എന്നും കൂടി എഴുതി ചേർത്ത് ആ ചർച്ചകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ, അദ്ദേഹത്തിൻ്റെ തന്നെ മുഖം വികൃതമായി കേരള സമൂഹത്തിൽ അദ്ദേഹത്തിന് ആളുകൾക്കുണ്ടായിരുന്ന വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇഷ്ടം ഒക്കെ പോയി. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം പറയുന്നതാണ് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കാത്ത ആളാണ്. ഇതിൻ്റെ ഒക്കെ പിന്നിൽ സഖാവ് പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അതിൻ്റെ തെളിവ് ഇപ്പം ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്താ പറഞ്ഞത്? പിണറായിയെ 3ാം വരവിനെ തടയാൻ ഇവിടെ പ്രതിപക്ഷം ശ്രമിക്കുകയാണ്. അതുകൊണ്ട് 3ാം വരവും പിണറായി തന്നെ വരും എന്നാരാ പറയുന്നത്? ഇദ്ദേഹമാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ ആ വ്യക്തിയെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസം ഉൾക്കൊള്ളുന്ന നേതാക്കന്മാരാരും ഈ വിഷയത്തിൽ ഒന്നും വേണ്ടിയിട്ടില്ല. ആകെ അതിനെ പിന്തുണക്കാൻ വന്നത് ബഹുമാന്യനായ ശ്രീ KT ജലീലാണ്. ഇന്നലെ ന്യൂസ് 18-ൽ കൊടുത്ത അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, ആ ഇന്ററാക്ഷനിൽ അദ്ദേഹം പറയാണ്, അങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്, എന്നോട് പറഞ്ഞല്ലോ ആര്, വെള്ളാപ്പള്ളി. കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട്
ജലീലിനെ മാത്രം വീട്ടിൽ വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞു എന്നാ പറയുന്നത്. എന്ത്? ജലീലെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ച ലീഗിനെയാണ്. ആരാ പറയുന്നത്? ശ്രീ KT ജലീൽ. ആരെയാണ് അദ്ദേഹം പൊട്ടന്മാരാക്കുന്നത്? ഈ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ കഴിഞ്ഞ 4-5 പ്രസ്താവനകളിൽ എവിടെയെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടില്ല. മുസ്ലിം സമുദായം AP ഉസ്താദ് ലീഗ് നേതാവാ, ജലീലിന് മറുപടി പറയണം. വ്യക്തിപരമായി പറഞ്ഞില്ലേ? പിന്നെ ആരാ പറയാൻ ബാക്കി? എങ്ങനെയാ പറഞ്ഞത്? മലബാറിലെയും മലപ്പുറത്തിലെയും മുസ്ലിം സമുദായ നേതാക്കന്മാർ പറഞ്ഞാൽ UDFന്റെ നേതാക്കന്മാർ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും, കിടക്കാൻ പറഞ്ഞാൽ കാല് നക്കും. എന്തുമായി ബന്ധപ്പെട്ട ആ മദ്രസ സമയത്തിന്റെ ഒരു വിഷയത്തിലാണ് ഇത്ര വിഷലിപ്തമായ രീതിയിൽ ഭാഷ ഉപയോഗിച്ചത്. ഇനി ആരെങ്കിലും വിട്ടിട്ടുണ്ടോ? ഈ മഹാൻ ഇവിടെ എന്താ പറയാ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നല്ലോ. എന്ത് ചുക്കാണ് ഈ നാടിൽ ചെയ്യാൻ സാധിച്ചത്? എന്ത് ചെയ്തു? ഞങ്ങളിപ്പോ മലബാറിന്റെ അവികസിതാവസ്ഥയെക്കുറിച്ച് വലിയ സെമിനാറുകൾ നടത്തുന്നു. ജനസംഖ്യ അടിസ്ഥാനത്തിൽ നാട്ടിലെ ജില്ലകൾ വിഭജിക്കണം എന്ന് പറയുന്നു. എന്താ ജലീലിന്റെ അഭിപ്രായം? എന്താ ഇതിലൊന്നും ഒരു അഭിപ്രായം പറയാത്തത്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കുടുംബക്കാരനെ എന്തൊക്കെ ആക്കി കൊടുത്ത് കേസായി മന്ത്രിസ്ഥാനം പോയി എന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ എന്നിട്ട് ഖുർആനിട്ട് നടക്കുക. ഇതിലും വലിയൊരു വഷളത്തരം ഉണ്ടോ? ഇതിലും വലിയൊരു വഷളത്തരം. ഇത് ഭരണഘടനാ വിരുദ്ധാണ്, സത്യപ്രതിജ്ഞാ ലംഘനാണ്. മതം രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോഴാണ് മൂപ്പര് ഖുർആനായിട്ട് നടക്കുന്നത്. ആരത് വിശ്വസിക്കുക? അപ്പൊ മൂപ്പർക്ക് തന്നെ അറിയാം, മൂപ്പര് പറഞ്ഞ ആരും വിശ്വസിക്കൂല. അപ്പൊ ഈ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അതൊരു വികാരമാണ്. ഏത് സമുദായത്തെ സംബന്ധിച്ചും അവരുടെ മതഗ്രന്ഥങ്ങൾ. അപ്പൊ ആര് കൂട്ടിന് കിട്ടായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന, അതിന് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ എന്ത് പറയുന്ന ഈ പരിശുദ്ധ ഖുർആൻ. ജലീൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഒരു ബാഗിൽ ഇന്നലെ ഇപ്പൊ ഞാൻ കണ്ടു, അതിൽ മൂപ്പര് ഒരു സഞ്ചിയിൽ നിന്ന് കുറെ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ 2 സഞ്ചിയായിട്ട് നടക്കുന്നത്. ഒരു സഞ്ചിയിൽ ഖുർആൻ, മറ്റേതില് യൂത്ത് ലീഗുകാർ ഉടുത്ത് കഴുകിയ കുറെ തുണി, മനസ്സിലായോ? പിന്നെ കഴുകാത്ത തുണി. ഇന്നടുത്തായിട്ട് ഇങ്ങനെ നടക്കുക. ഒരു മനുഷ്യന് പ്രാന്തായ എന്ത് ചെയ്യാൻ പറ്റും? അയാളൊരു പ്രൊഫസറല്ലേ, ഡോക്ടർ KT ജലീൽ. എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ ഇത്ര ഈ ഭാഷാത്തരത്തിലാക്കി വെക്കുന്നത്? എന്നിട്ട് എന്താ പറയുക? ഇതിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്. എന്താ തുണിന്റെ കമ്പനീന്റെ പേര്? രാംരാജ്. മൂപ്പര് രാംരാജുകാര് കാര്യമായിട്ട് എന്തോ കൊടുത്തിനോ എനിക്ക് സംശയമുണ്ട്. കാരണം രാംരാജിന്റെ സ്റ്റിക്കർ കണ്ടില്ലേ? രാംരാജ് അതിന് 700 റുപ്യ എന്തോ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്ര ചാലഞ്ച് നടത്തിയവരാ നമ്മള്? എത്ര ചാലഞ്ച്? എന്തിനു വേണ്ടിയിട്ട്? ഈ നാടിന്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിന് ഫണ്ട് ശേഖരണത്തിനൊക്കെ നടത്തില്ലേ? 100 റുപ്യന്റെ ബിരിയാണി നമ്മൾ 200, 300, 500 കൊടുത്ത് വാങ്ങുന്നില്ല. എന്താണ് അത്? ചിലപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാകും, അല്ലെങ്കിൽ ഒരു വൃക്കരോഗിയുടേതാകും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാനാകും. അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിന്റെ ഭാഗമായിട്ട് 100 രൂപയുടെ ബിരിയാണി 200 റുപ്യക്കും 300 റുപ്യക്കും 500 രൂപക്കും നമ്മൾ വാങ്ങുന്നുണ്ട്. അതിനോട് ആ താല്പര്യമുള്ളവർ. യൂത്ത് ലീഗ് വെക്കുന്ന സാരി വാങ്ങാൻ ഡിവൈഎഫ്ഐക്കാർ പോവോ? ഇടതുപക്ഷക്കാർ പോവോ? അപ്പൊ ആരാ പോവുക? ആ യൂത്ത് ലീഗിന്റെ ഫണ്ട് ശേഖരണം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതല്ലേ ചാലഞ്ച്. അവർക്കറിയില്ലേ ഈ തുണിക്ക് 200 റുപ്യ 300 റുപ്യ എന്തോ ആവട്ടെ എന്ന്. എന്നിട്ട് ഇതും കൊണ്ട് നടക്കുക. ഇതാണ് രാഷ്ട്രീയം. ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ഫറൂഖ് പാലത പൊളിഞ്ഞാടാൻ നിൽക്കുക. എന്താ ജലീലിന്റെ അഭിപ്രായം? 90 ലക്ഷം ആദ്യം, അത് കഴിഞ്ഞ് 1,55 ലക്ഷം റുപ്യ പെയിന്റ് അടിക്കാൻ. തകർന്ന് വീഴാൻ നിൽക്കുന്ന പാലങ്ങള്. ഇപ്പൊ നമ്മളെ മന്ത്രിയുടെ പണി എന്താ? PWD മന്ത്രി. PWD വിട്ടിട്ട് പുള്ളി ഇപ്പം അറ്റകുറ്റപ്പണി മന്ത്രിയാണ്. അറ്റകുറ്റപ്പണി മെയിൻ്റനൻസ് മന്ത്രി. കണ്ടത് നല്ല പൈസയാണ്. ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ അതിന് എസ്റ്റിമേറ്റ് ഉണ്ടാവും, അതിന് രൂപ ഉണ്ടാവും, ഏകദേശം ഒരു ചിത്രം ഉണ്ടാവും. അറ്റകുറ്റപ്പണിക്ക് ഒരു കണക്കും കഴിയില്ല. അപ്പൊ എവിടെയൊക്കെ അറ്റകുറ്റപ്പണി നടത്താനുണ്ടോ? പൊളിച്ചു വിട്ട സകല പാലങ്ങളും അതിന്റെ മൂട്ടിലാ മൂപ്പര്. അവിടെ ലൈറ്റിടെ പൈസ എടുക്കുക, അവിടെ ലൈറ്റിടെ പൈസ എടുക്കുക. പ്രവർത്തകർ നന്നായിട്ട് മനസ്സിലാക്കിയുള്ളൂ. ഇപ്പൊ ഫിറോസ്
ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക, അതിനെ ഒരാളെ വിടുക, അടുത്ത വെട്ട് എത്തിയിട്ട് വേറൊരുത്തനെ വിടുക. ഇപ്പം ഇന്ന് കണ്ട ഞാൻ സത്യമായി ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സാധാരണ ഞെട്ടാറില്ല, പക്ഷെ ഇന്ന് ഞാൻ ഞെട്ടി. എന്താ അറിയോ, ബഹാവുദ്ദീൻ നദ്വിയെക്കുറിച്ച് CPM-ന്റെ ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു പ്രഭാഷകൻ പറയാണ് അദ്ദേഹം പെണ്ണുപിടിയനാണ്, കള്ളുപിടിയനാണ്, കുഴപ്പമില്ല, അയാൾ ഡ്രഗ്സാണ് ഉപയോഗിക്കുന്നത്. ആരാണ് ഇവരെയൊക്കെ നയിക്കുന്നത്? ആരാണ് ഇവർക്ക് ഇത്തരത്തില് ഇത്രയും വൃത്തികെട്ട ഭാഷയിൽ ഇത് പറയാൻ ഇവരെ പ്രചോദനം നൽകുന്ന ആരാ? എന്നിട്ട് ഇങ്ങനെ ഇതെന്താ പറയുക, ഇത് ഫാസിസം വന്ന രീതിയിലാണ്. എനിക്ക് കേരളത്തിലെ UDF-ന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, ഫാസിസം വരലുള്ളത് അത് അവനല്ലേ, അത് മറ്റവനല്ലേ? ഇങ്ങനെ വന്ന് നമ്മളെ കഴുത്ത് പിടിക്കുമ്പോൾ അറിയാ എന്ന് നമ്മളതിനെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ UDF-ലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് അവരോട് സഹായം ചെയ്യുന്ന സാമൂഹിക സംഘടനകളുടെ നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു പുതിയ തിയറി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മിണ്ടാതെ മാറി നിന്നാൽ അവനവന്റെ കഴുത്തിൽ വരും. ജലീൽ ഇന്നലെ നടത്തിയ News 18-ലെ ആ ഇന്ററാക്ഷൻ കൃത്യമായി ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും. അതിലൊരു വരി പറഞ്ഞു വെക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം പോയ കേസുമായി ബന്ധപ്പെട്ട ആ ജഡ്ജിയെ കുറിച്ച്. ആ ജഡ്ജി മുമ്പൊരു കേസിൽ കൈക്കൂലി വാങ്ങിയിട്ടാണ് ചില ആളുകളെയൊക്കെ വെറുതെ വിട്ടത് എന്ന് പറഞ്ഞു വെച്ചിട്ട് അതിനെ അണ്ടർലൈൻ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ കേസിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുണ്ടായി എന്ന് പറയുന്നത്. അതൊക്കെ ആളുകൾ കേട്ടാൽ മതി. സ്റ്റെപ്പിൻ ചെയ്യാണ് 1 2 3 4 നല്ലവണ്ണം UDF-ന്റെ നേതാക്കന്മാരും പ്രവർത്തകരും മനസ്സിലാക്കിയോ, അസ്ഥിരപ്പെടുത്തുക ഒരു സംവിധാനത്തെ. അത് ഓനല്ലേ, ഞാനല്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് KPCC ഒരുമിച്ചെടുത്ത തീരുമാനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്താ ചെയ്യുന്നത്? അതിനെ പ്രതിപക്ഷ നേതാവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ നീങ്ങാണ്. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ഉപജ്ഞാതാവ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സ്, അവർക്ക് പറയാൻ നിർബന്ധതയുണ്ട്, ബാധ്യതയുണ്ട്, അവർക്ക് അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്ന്. പക്ഷെ അയാളങ്ങനെ ഒറ്റ തിരിഞ്ഞ് എന്താ പറയാ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത് ചിലരൊക്കെ പ്രതികരിക്കുന്നുണ്ട്, എല്ലാവരും നല്ല പറയുന്നത്. പക്ഷെ ഇത് എവിടത്തേക്കാണ് CPM ഈ വല വിരിച്ച് ഇതിനെങ്ങനെ എന്താ പറയാ 1 by 1 ആയിട്ട് ഓരോന്ന് ഊരിയെടുക്കാനുള്ള വലിയ ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അയ്യപ്പ സംഗമം, മറുഭാഗത്ത് എന്താ പറയുക ന്യൂനപക്ഷ സംഗമം. രണ്ടും പ്രശ്നമായി. അത് പ്രശ്നമായപ്പോൾ പറഞ്ഞു ഞങ്ങൾ ന്യൂനപക്ഷ സംഗമം നടക്കുന്നില്ലേ, അതിന് ജനങ്ങൾ ചോദിച്ചു പറഞ്ഞു അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള എന്താ പറയുക കൂടിച്ചേരലാണ്, അത് വരാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്? രാഷ്ട്രീയം പറഞ്ഞൂടെ? എന്തിനാണ് ഈ മതവിശ്വാസികളെ സ്വാധീനിക്കാൻ CPM ഇടതുപക്ഷം പോലുള്ള ഒരു സംവിധാനം ഇത്ര മോശമായ അവസ്ഥയിലേക്ക്? ഞാൻ ഒരു പുതിയ പാർട്ടി തട്ടിക്കുട്ടി ഉണ്ടാക്കി വരിക, അതിനിപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കുറേ കാര്യം മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് ആളുണ്ടാക്കുക. ഒരു രാഷ്ട്രീയ സംവിധാനമുള്ള CPM-നെ പോലെയുള്ള ഇനിയിപ്പോൾ ഹാജിമാരെ സംഘം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർപ്പാപ്പയെ കാണാൻ പോയ വിശ്വാസികളുടെ സംഘം ഉണ്ടാവും. അപ്പൊ പറയും ഞങ്ങളെ കൂട്ടിയിട്ടില്ലാന്ന് വേറൊരു വിഭാഗം വരും, അവരുടെ സംഘം ഉണ്ടാവും. ഇതാണ് രാഷ്ട്രീയം. ജനങ്ങളുടെ മുന്നിൽ രാഷ്ട്രീയം പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ. ഇപ്പൊ എന്താണ് ഈ പോലീസ് അട്രോസിറ്റി കേരളം ആകെ ചർച്ച ചെയ്യുന്നത്, ഇന്ത്യ ആകെ ചർച്ച ചെയ്യുന്നത്, കേരളമല്ല. അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടണം. അത് മനസ്സിലാക്കണ്ടേ UDF ലീഡർഷിപ്പും പ്രവർത്തകരും? അങ്ങനെ ശിഥിലമാക്കുക. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ ഇരുന്നത് ബഹുമാനപ്പെട്ട ജലീലിനോടാണ്, ദയവായി അങ്ങയെപ്പോലുള്ള ഒരാള് ഇത്ര വൃത്തികെട്ട മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അതിന് ദയവായിട്ട് ഈ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് അല്ല ആരായാലും രാഷ്ട്രീയത്തെ നിങ്ങൾ വേറെ, നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാ. മതം പറയുന്ന ആളുകൾ വേറെ ഉണ്ട്, അവർ പറഞ്ഞോളൂ. അതുപോലെ പണി അതാണ്. നമുക്ക് ഈ നാടുമായി ബന്ധപ്പെട്ട എല്ലാ മതസ്ഥരുടെ കാര്യം പറയേണ്ടവരാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. അതിലേക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കണം. അവനൂർ വേണമെങ്കിൽ നമുക്കൊരു മത്സരിച്ചോട്ടെ, അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിനിപ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടേണ്ട കാര്യമില്ല. അത്രമാത്രം അദ്ദേഹം എന്താ പറയുക
LDF-ൽ നിന്നുള്ള പ്രവർത്തകരിൽ നിന്ന് അകന്നു പോയിട്ടില്ല. ജലീലിന് അങ്ങനെ ഒരു സംശയം ഉണ്ട്, എനിക്ക് സംശയമുണ്ട്, ചെറിയ സംശയം ഉണ്ടായിരുന്നു, ഇടക്കാലത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോ തവനൂര് മത്സരിക്കാൻ ഇങ്ങനെയൊന്നും കാട്ടിക്കൂട്ടേണ്ട കാര്യമില്ല. അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട്, സഖാക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്, ഒരു അത്യാവശ്യം എഴുതുന്നുണ്ട്. പക്ഷെ ജില്ലക്ക് പുറത്ത് ആരും ഏറ്റെടുത്തിട്ടില്ല, അത് പോട്ടെ. പക്ഷെ തവനൂർക്ക് മാത്രമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ഒന്ന് ഒരു ലോജിക്കലി അദ്ദേഹം ഈ കാര്യത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. എൻ്റെ അടുത്ത സുഹൃത്താണ്, കേട്ടിൻ്റെ അതിലും വലിയ വേണ്ടപ്പെട്ട സുഹൃത്താണ്. പക്ഷേ മൂപ്പർക്ക് ലെവൽ വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തന്നെ സ്വയം ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും.